നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം നോക്കിയാൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ദരിദ്രർ ഇന്ത്യ രാജ്യത്തിനകത്താണുള്ളത്. ഇന്ത്യ രാജ്യത്തെ ലോകത്തിനൊരു പട്ടിക തയ്യാറാക്കിയാൽ അവസാന ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞാൽ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം കൊടും പട്ടിണി നമ്മുടെ രാജ്യത്ത് വിളയാടുകയാണ്. ഇവിടെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യമാണ് രാജ്യത്താകെയും ചിന്തിക്കരുത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലാറ്റിനും ഇടയാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. ആ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നതാണ്, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതാണ്. കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ പിന്തുണയും, അതേസമയം പാവപ്പെട്ടവർക്കെതിരെയാണ്. കോർപ്പറേറ്റുകളുടെ വായ്പ, കോർപ്പറേറ്റുകൾ എടുത്ത വായ്പ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ, അത്തരം വായ്പകൾ കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല, അടച്ചു തീർക്കാൻ തയ്യാറല്ല, കുടിശ്ശികയാകുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് എഴുതിത്തള്ളുകയാണ്. എഴുതിത്തള്ളുന്നതിന് അവർക്ക് മടിയില്ല. ലക്ഷക്കണക്കിൽ കോടി രൂപയാണ് എഴുതിത്തള്ളുന്നത്. ഇവിടെ ചെറിയ കാശ് വായ്പയെടുത്ത സാധാരണ ഒരു കൃഷിക്കാരൻ അതടച്ചില്ലെങ്കിൽ ജപ്തിയാണ് നേരിടുന്നത്. അവിടെയാണ് കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിൽ കോടി രൂപ കുടിശ്ശിക എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കുന്നത്. അതൊരു ഭാഗം. അതേസമയം ലക്ഷക്കണക്കിൽ കോടി രൂപ മറ്റ് ആനുകൂല്യങ്ങളായി കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. നികുതി ഇളവ് ഒരു ഭാഗത്ത്, അതിനോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം നൽകുകയാണ്. എല്ലാം കോർപ്പറേറ്റുകൾക്ക്. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് പാവപ്പെട്ടവരെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പാവപ്പെട്ടവരെ ആ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി ജനങ്ങളാകെ വലിയ പ്രയാസത്തിൽ. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഹുങ്കിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടന്നത്. നേരത്തെ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ വലിയ ഇടപെടൽ നടന്നിരുന്നു. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീടും ഇതേ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് തുറന്നു വന്നത്. ആ നയം അതിശക്തമായി തുറന്നു വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ ജന്തർ മന്ദറിലെ യുവജന പ്രതിഷേധം, പ്രക്ഷോഭം ഉയർന്നു വരുന്നത്. ആ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു ആശാദീപമായി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവത എങ്ങനെയെല്ലാം ഇടപെടുമെന്ന് ആ പ്രക്ഷോഭത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു. ആ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അവിടെയും ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ ആ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭത്തെ തള്ളിപ്പറയാനായിരുന്നു കോൺഗ്രസ്സിന് താൽപ്പര്യം. പരസ്യമായി തള്ളിപ്പറഞ്ഞു. പിന്നീട് പ്രക്ഷോഭം അതിശക്തമായി. എല്ലാവരുടെയും പിന്തുണയോടെ ആ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിശക്തമായി അതിൻ്റെ ഭാഗമായി മാറി. രാജ്യം മുഴുവൻ അതിൻ്റെ ഭാഗമാകുന്നുവെന്ന് കണ്ടപ്പോഴാണ് അവർ ഇതിനെ അനുകൂലിച്ച് വരാൻ തയ്യാറായത്. ആ തയ്യാറായത് നല്ല കാര്യം തന്നെ, അതിന് നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ആദ്യം ഈ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നല്ല രീതിയിലുള്ള ഇടപെടൽ യുവാക്കളുടെ ഭാഗത്തുണ്ടായി. ഇത് രാജ്യത്ത് വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും നല്ല പങ്കാളിത്തം DYFIക്കും SFIക്കും വഹിക്കാൻ കഴിഞ്ഞു എന്നതും നമുക്ക് കാണാവുന്ന കാര്യമാണ്. അത്തരം പോരാട്ടങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ജനവിരുദ്ധ നടപടികളെ തിരുത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിലുണ്ടായിട്ടുള്ളത്. ഇത് നാം ഗൗരവമായി തന്നെ
കാണേണ്ടതായിട്ടുണ്ട്. അത് ചില പ്രശ്നങ്ങൾ അതീവ ഗൗരവമായി തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് RSSൻ്റെ അജണ്ട അതേപോലെ അംഗീകരിക്കുന്നു എന്ന കാര്യം. വന്ദേമാതര പ്രശ്നം അതിലൊന്നാണ്. ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാവേളയിൽ RSS വേദികളിൽ വന്ദേമാതരം ചൊല്ലുന്ന അതേ രീതിയിൽ മുഴുവൻ ആ വന്ദേമാതരവും ചൊല്ലുന്ന നിലയാണുണ്ടായത്. നമ്മുടെ രാജ്യം അംഗീകരിച്ചത് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. ബാക്കി ചരണങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളതാണ്. അവർക്കെല്ലാവർക്കും അംഗീകരിക്കുന്ന ഭാഗമേ ഒരു രാജ്യത്തിൻ്റെ ഗാനമായി വന്നുകൂടൂ. അതിൽ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് ഈ 2 ചരണങ്ങൾ കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ രാജേന്ദ്രപ്രസാദ് തന്നെ ഈ 2 ചരണങ്ങളെ ചൊല്ലേണ്ടതുള്ളൂ എന്ന് നിശ്ചയിച്ചത്. അത് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് അംഗീകരിച്ചതാണ്, കോൺഗ്രസിൻ്റെയും നയമതാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് സത്യപ്രതിജ്ഞാവേളയിൽ ആ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലി. കടുത്ത വിമർശനം ഉയർന്നു വന്നു. ഇപ്പോഴോ ആഗസ്റ്റ് 15 നാം കാണേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചത്. അത് കേരളത്തിലെ സർക്കാരാണ്. വലിയ വിമർശനം ഇവിടെ ഉയർന്നു വന്നു, അതിശക്തമായ എതിർപ്പ് ഉയർന്നു വന്നു. അപ്പോൾ ആഗസ്റ്റ് 15 വന്ദേമാതരം ചൊല്ലുന്നത് ഒഴിവാക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ നയം എന്താണ്? ആഗസ്റ്റ് 15 കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്ത് വന്ദേമാതരം അവരുടെ എല്ലാ നേതാക്കളെയും നിർത്തിക്കൊണ്ട് തന്നെ ചൊല്ലുന്നത് നമ്മളെല്ലാവരും കേട്ടു. പൂർണ്ണമായി ചൊല്ലി. കോൺഗ്രസ് നയം ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ 3 സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന, ഈ 3 പൂർണ്ണമായി ചൊല്ലി. എന്താണിത് കാണിക്കുന്നത്? കോൺഗ്രസിൻ്റെ നയമാണ് കാണിക്കുന്നത്. എത്രമാത്രം RSSൻ്റെ അജണ്ടക്കനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതൊരു ഭാഗം.